ഹലോ വൺസ് അഗെയിൻ വെൽക്കം ടു അമ്മമ്മസ് കിച്ചൻ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അമ്മമ്മയുടെ സ്പെഷ്യലായിട്ടുള്ളൊരു മീൻ കറിയാണ്. അതിനായി ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് അതിലോട്ട് നല്ലെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം വെള്ളിയുള്ളി 4ആയിട്ട് അരിഞ്ഞ് അതിലോട്ടിടുക. അതിൻ്റെ ഒപ്പം തന്നെ 4 വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു തക്കാളി 4ആയി അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇതൊരു 2 മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലോട്ട് മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മല്ലിപ്പൊടി 3 സ്പൂണാണ് ഇടുന്നത്. അതിന് ശേഷം അതും കൂടെ ഒന്ന് നന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് മുളക് പൊടിയാണ്. 2 സ്പൂൺ മുളക് പൊടിയാണ് നമ്മളിവിടെ ചേർക്കുന്നത്. ഞങ്ങൾക്ക് പൊതുവേ എരിവ് ഇത്തിരി കുറവ് മതി എന്നുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് അമ്മമ്മ മുളക് പൊടി അളവ് കുറച്ചിടുന്നത്. നിറയെ എരിവ് വേണമെന്നുള്ളവർ കുറച്ചധികം മുളക് പൊടി ചേർക്കാവുന്നതാണ്. അതിനുശേഷം സ്റ്റവ് അണച്ച് നമ്മൾ മിക്സിയിൽ ഇതൊന്ന് നന്നായി അരച്ചെടുക്കണത് ഈ പരുവത്തിലെടുക്കണം. പിന്നെ നമ്മൾ പുളിയും വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും സ്റ്റവ് കത്തിച്ച് അതിലോട്ടൊരു ചട്ടി വയ്ക്കുക. നമ്മൾ വീണ്ടും നല്ലെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിവിടെ ചെറിയ ഉള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു പച്ചമുളക് നടുകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് മൊരിച്ചെടുക്കണം. ഇത് ഏകദേശം മുരിഞ്ഞ് ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച അരപ്പും അതിൻ്റെ ഒപ്പം തന്നെ പുളി കുതിർത്ത് വെച്ച വെള്ളവും കൂടെ ഇതിലോട്ട് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായി തിളപ്പിക്കണം. ഇതിന് നന്നായി തിളയ്ക്കുന്നത് വരെ മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ നന്നായിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ മത്തി മീനാണ് ഈ മീൻ കറിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മീൻ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം തുറക്കുമ്പോൾ തന്നെ നല്ല മീൻകറിയുടെ മണമായിരിക്കും നമ്മുടെ വീട്ടിലോട്ട് വരിക. അപ്പോൾ അമ്മമ്മ ഡെക്കറേഷന് വേണ്ടി ഒരു കറിവേപ്പില കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ മീൻകറി നമുക്ക് ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ഒക്കെ അടിപൊളി ടേസ്റ്റാണ് തരിക. അപ്പോൾ അമ്മമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള ഈ മീൻകറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.